തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെട്ട കോഴിക്കോട് മുക്കത്തെ MDMA കേസ് പ്രതിയെ പിടികൂടാനാകാതെ നട്ടം തിരിഞ്ഞു പോലീസ്. മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയായ മുഹമ്മദ് ഹനീഫയാണ് ഒളിവിൽ പോയത്. അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്നെത്തിക്കുന്ന ശൃംഖലയിലെ പ്രധാനിയായ മുഹമ്മദ് ഹനീഫയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ദിവസങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാതെ വന്നതോടെയാണ് ഡിവൈഎഫ്ഐ തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശനമായ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ എന്തെങ്കിലും നടപടികളോ അന്വേഷണങ്ങളോ കാണാൻ കഴിയുന്നില്ല. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് പ്രതിയുടെ ഉന്നതതല ബന്ധം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ബന്ധം, ഈ ബന്ധമെല്ലാം പ്രതിയെ രക്ഷപ്പെടുന്നതിന് സഹായമായിട്ടുണ്ടോ എന്ന് നാട്ടുകാർ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഒളിവിൽ പോയ പ്രതിയെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവും ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിലാണ് മുക്കത്തെ വാടക വീട്ടിൽ നിന്ന് 8.8 കിലോഗ്രാമിലധികം MDMAയുമായി മുഹമ്മദ് ഹനീഫയെയും കൂട്ടാളിയെയും പോലീസ് പിടികൂടുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്.